നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. മൂക്ക് ചൊറിയുന്ന അവസ്ഥ പലർക്കും കണ്ടുവരാറുണ്ട്. കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്ന കേൾക്കാം, മൂക്ക് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരോ കുറ്റം പറയുകയാണ് എന്നുള്ളത്. പക്ഷേ സത്യാവസ്ഥ അതല്ല. മൂക്കിലുണ്ടാവുന്ന ചൊറിച്ചിലിനെ നേസൽ പ്രൂറൈറ്റിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പലതരം അലർജി പ്രശ്നങ്ങൾ മൂലവും രോഗപ്രതിരോധശേഷി കുറയുമ്പോഴും സൈനസൈറ്റിസ് പോലുള്ള അണുബാധ മൂലവും അന്തരീക്ഷ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇവയെല്ലാം മൂലവും മൂക്കിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. പോളൻ അലർജി മൂലമാണ് പലരിലും അലർജിക് റൈനൈറ്റിസ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ചില പൂക്കളുടെ പൊടി മരങ്ങളിൽ നിന്നും കാറ്റിലൂടെ പൂമ്പൊടികൾ അന്തരീക്ഷത്തിൽ നിറയുകയും ഇത് ശ്വസിക്കുന്നത് മൂലം ചിലരിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇത്തരം അലർജികളാണ് പോളൻ അലർജി എന്ന് പറയപ്പെടുന്നത്. ഇത്തരം അലർജി ബാധിക്കുന്നവരിൽ മൂക്കു ചൊറിച്ചിൽ സർവ്വസാധാരണമാണ്. മാത്രമല്ല, മൂക്കൊലിക്കുക, തുടർച്ചയായി തുമ്മൽ അനുഭവപ്പെടുക എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പോളൻ അലർജി കൂടാതെ ചില മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും ചെറിയ പൂടകൾ മൂക്കിലടിക്കുമ്പോൾ, പൊടി മൂക്കിൽ കയറുമ്പോൾ എല്ലാം അലർജിക് റൈനൈറ്റിസ് കണ്ടുവരാറുണ്ട്. കൂടാതെ ചില പ്രാണികൾ മൂലവും ചില സുഗന്ധങ്ങളും, പ്രത്യേകിച്ച് ചില സോപ്പിൻ്റെയൊക്കെ മണം, പെർഫ്യൂമിൻ്റെ മണം എന്നിവയെല്ലാം ചിലർക്ക് അലർജി പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഇത്തരം അലർജി ഉള്ളവരിൽ ആദ്യം കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് മൂക്ക് ചൊറിച്ചിൽ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, വാഹനങ്ങളിൽ നിന്നുള്ള പുക, സിഗരറ്റിൻ്റെ മണം, പുക എന്നിവയെല്ലാം മൂക്കിൽ അടിക്കുന്നത്, ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ എന്നിവയെല്ലാം ചിലരിൽ അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലർക്ക് ഇത്തരം വസ്തുക്കൾ മൂക്കിലടിക്കുമ്പോൾ മൂക്ക് ചൊറിയും, പിന്നീട് മൂക്കടപ്പിലേക്കും തലവേദനയിലേക്കും ഒക്കെ നയിക്കാം. ചിലർക്ക് വളരെയധികം തുമ്മൽ കാണപ്പെടാൻ, ചിലപ്പോൾ തൊണ്ട ചൊറിച്ചിലും തൊണ്ടവേദനയും ഒക്കെ അനുഭവപ്പെടാം. മൂക്ക് ചൊറിച്ചിലിൻ്റെ മറ്റൊരു കാരണം സൈനസൈറ്റിസ് ആണ്. സൈനസിലെ വീക്കം മൂലമോ അണുബാധ മൂലമോ ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ് സൈനസൈറ്റിസ്. പൊതുവിൽ അഡിനോ വൈറസ്, റൈനോ വൈറസ്, കൊറോണ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, പാരാ ഇൻഫ്ലുവൻസ വൈറസ്, റെസ്പിറേറ്ററി സിൻഷിയൽ വൈറസ് എന്നിവ മൂലമെല്ലാം സൈനസൈറ്റിസ് വരാം. സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് മൂക്കിലെ ചൊറിച്ചിൽ. അതിനാൽ മൂക്കിൽ ചൊറിച്ചിൽ വന്നാൽ സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് ഒന്ന് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. ചിലർക്ക് ചില ആഹാരങ്ങൾ അലർജി ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് മുട്ട, മീന്, ഷെൽഫിഷ്, പാല്, ഗോതമ്പ് ഇവയൊക്കെ കഴിച്ചാൽ ചിലർക്ക് അലർജി വരാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടും മൂക്കിൽ ചൊറിച്ചിൽ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുമാത്രമല്ല, ചർമ്മത്തിലും ചൊറിച്ചിൽ വരാം, വയറ്റിൽ അസ്വസ്ഥത വരാം, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. മറ്റൊരു കാരണമാണ് മൂക്കിലുണ്ടാവുന്ന ദശ, അണുബാധ, അതുപോലെ അലർജി പ്രശ്നങ്ങൾ എന്നിവ അമിതമായിട്ടുള്ളവരിൽ മൂക്കിൽ ദശ കാണാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കും മൂക്കിൽ ചൊറിച്ചിൽ വരാം. അമിതമായിട്ടുള്ള മൂക്ക് ചൊറിച്ചിൽ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചൊറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണുന്നത് നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ കഫക്കെട്ട്, തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തുമ്മൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് അതിനുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ അലർജിക് പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പൊതുവെ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് വെക്കാതിരിക്കുക. ചിലർക്ക് ചില സ്മെല്ല് അലർജി ആയിരിക്കും, പൊടി അലർജി ആയിരിക്കും, ചില ഭക്ഷണങ്ങൾ അലർജി ആയിരിക്കും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.